വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ റിവിഷൻ ആണ്. റിവിഷൻ ഏത് കാര്യമാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏത് ടോപ്പിക്കാന്നുള്ളത് നോക്കിയോ എല്ലാവരും? സ്വദേശി പ്രസ്ഥാനം മുതല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അടുത്ത ദിവസം നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ചും അതുപോലെ തന്നെ ഗവർണർ ജനറൽമാര് വൈസ്രോയിമാര് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള മോഡേൺ ഇന്ത്യയിലെ ഭാഗങ്ങൾ തീർക്കും. അതോടുകൂടി മോഡേൺ ഇന്ത്യ നാളത്തോടു കൂടി തീരുവാണ് നമ്മുടെ റിവിഷൻ ട്ടോ. അതിനുശേഷം പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട കുറച്ച് വെല്ലുവിളികളും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ പഞ്ചവത്സര പദ്ധതികള്, യുദ്ധങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കുറച്ച് ഇക്കണോമിക്സും ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പൊ അധികം സമയം കളയണില്ല. ടീച്ചർ ബോർഡ് കുറച്ച് കാര്യങ്ങൾ മാത്രം ബോർഡിൽ എഴുതി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് 1905 നടന്നിട്ടുള്ള ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ്. ബംഗാളിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് പറയുന്ന സ്ഥലമാണ് ബംഗാള്. അപ്പൊ ആ ബംഗാളിനെ രണ്ടായിട്ട്, മുസ്ലിങ്ങള് മാത്രം താമസിക്കുന്ന ഏരിയ, ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ നയം അവിടെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് 1905 ജൂലൈ മാസം 20 നമ്മുടെ കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്താനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ബംഗാൾ വിഭജനം അദ്ദേഹം നടത്തുകയാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 16, 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ഈ ഒക്ടോബർ 16 എന്താ പറയുന്നത്? നമ്മുടെ ദേശീയ വിലാപ ദിനമൊക്കെ ആയിട്ട് അവിടെ ആചരിക്കുകയുണ്ടായി ബംഗാളില്. ഈ ബംഗാൾ വിഭജനം 1911 വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പരിണിത ഫലമായി 1911 ഹർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാണ് ഉണ്ടായത് കേട്ടോ. ഹർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ബംഗാൾ വിഭജനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 1917 നടന്നിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചാണ്. 1917 എന്ത് നടക്കാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടക്കുകയാണ്. അപ്പൊ ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ്. ചമ്പാരൻ എവിടുത്തെ സ്ഥലമാണ്? ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അപ്പോ അവിടുത്തെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തിരുന്നു. അത് അവിടുത്തെ പ്രാദേശിക നേതാവായ രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന വ്യക്തി ആരെ അറിയിക്കുകയാണ്? ഗാന്ധിജി അറിയിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നേരിട്ട് തന്നെ ചമ്പാരനിൽ വരികയും അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം 1918 ഒരു സംഭവം നടക്കുന്നത്. അതിന്റെ പേര് അഹമ്മദാബാദ് മിൽ സമരം എന്നാണ്. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. അതായത് അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അത് ഗാന്ധിജി മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഗാന്ധിജി അവിടെ വന്ന് അവരുടെ ആ പ്രശ്നത്തിൽ നേരിട്ട് പരിഹാരം കാണാനായിട്ട് വരികയാണ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്ലേഗ് ബോണസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അഹമ്മദാബാദ് മിൽ സമരമാണ് എന്ന് ഓർക്കണം. അങ്ങനെ 35% വേതന വർധനവൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ സമരം കൂടിയാണ് അഹമ്മദാബാദ് മിൽ സമരം. അതിനുശേഷം നടക്കുന്നത് 1918 തന്നെയുള്ള സത്യാഗ്രഹമാണ്. ആ സത്യാഗ്രഹത്തിന്റെ പേര് ഗേദ സത്യാഗ്രഹം എന്നാണ്. ഗേദ സത്യാഗ്രഹവും ഗുജറാത്തിലാണ്. ഗേദ സത്യാഗ്രഹത്തിലെ പ്രത്യേകത, സർദാർ വല്ലഭായി പട്ടേലും അതുപോലെ തന്നെ ഇന്ദുലാൽ യാഗ്നിക് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും ഈ ഗേദ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അനുഗമിച്ചു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു എന്നുള്ളതാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 1919-20 കാലഘട്ടത്തിൽ നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടന്നു. അതിനുശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് തുർക്കിയിലെ സുൽത്താൻ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ ചുരുക്കി, അതായത് പരിമിതപ്പെടുത്തി. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്താ? ഖിലാഫത്ത് പ്രസ്ഥാനം. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം അതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കോൺഫറൻസ്, ആദ്യത്തെ അഖിലേന്ത്യാ കോൺഫറൻസ് ഒക്കെ 1919 ഡൽഹിയിൽ നടക്കുകയുണ്ടായി. കുറെ ആൾക്കാര് മൗലാന ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു.
ഇനി അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏത് എന്നുള്ളതാണ്. അത് മലബാർ കലാപമാണ്. നടന്നത് 1921 ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് 1920 ഗാന്ധിജി എന്തുണ്ടായത്, ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നത് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് നോക്കൂ, 1919 നടന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് 1919 നടന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇതിനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കും. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാലും മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അതായത് കുറെ നാളായിട്ട് ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ ആൾക്കാർക്ക് മുഴുവൻ അതൃപ്തിയാണ്. ആ അതൃപ്തി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇതനുസരിച്ച് അവർ പറയാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരൊരു ഓഫർ കൊടുക്കുകയാണ്, പബ്ലിക് സർവീസ് കമ്മീഷനെ ഞങ്ങൾ നിയമിക്കാം. അതുപോലെ തന്നെ വനിതകൾക്ക് എന്ത് നൽകാം, വനിതകൾക്ക് അഥവാ സ്ത്രീകൾക്ക് എന്ത് നൽകാം, വോട്ടവകാശം നൽകാം. ഇനി അടുത്തത് എന്താണ്, പ്രവിശ്യകളിൽ എന്താണ്, ദ്വിഭരണ സംവിധാനം കൊണ്ടുവരാം. പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി 1919 തന്നെ അടുത്തൊരു സംഭവം നടക്കുകയാണ്. അതാണ് റൗലക്റ്റ് ആക്ട്. റൗലക്റ്റ് ആക്ടിന് നമ്മൾ വേറൊരു പേര് കൂടി ഇട്ട് വിളിക്കുന്നുണ്ട്. റൗലക്റ്റ് ആക്ട് അഥവാ എന്താണ്, റൗലക്റ്റ് ആക്ടിന് വേറൊരു പേര് കരി നിയമം എന്ന് വിളിക്കും. റൗലക്റ്റ് ആക്ട് അഥവാ കരി നിയമം. കരി നിയമം എന്ന റൗലക്റ്റ് ആക്ടിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പൊ എന്താണ്, വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിക്കൊണ്ടുള്ള നിയമത്തെയാണ് കരി നിയമം അഥവാ റൗലക്റ്റ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റൗലക്റ്റ് ആക്ടിനെ കുറിച്ച് ധാരണയായോ? 1919 വർഷം പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ റൗലക്റ്റ് നിയമത്തെ പിന്തുണച്ച ഒരു ഇന്ത്യക്കാരൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് സി ശങ്കരൻ നായർ എന്നാണ്. അദ്ദേഹം റൗലക്റ്റ് ആക്ടിനെ എന്ത് ചെയ്യാണ്, പിന്തുണയ്ക്കുകയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് രാവുലറ്റ് നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകത. ഈ രാവുലറ്റ് ആക്ട് കാരണമാണ് ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയുടെ കാൽവെപ്പ് ഏതിന്റെ പരിണിത ഫലമായിട്ടാണ്, റൗലറ്റ് ആക്ടിന്റെ പരിണിത ഫലമായിട്ടാണ്. 1919 ഏപ്രിൽ മാസം 6 ഒരു ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്തു ഗാന്ധിജി. അങ്ങനെ റൗലറ്റ് ആക്ട് നെതിരെ പ്രതിഷേധിക്കാൻ പോവാണ്. അപ്പോ ഈ റൗലറ്റ് ആക്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താ പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. ഇനിയിപ്പോ അത് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഈ റൗലറ്റ് ആക്ടിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടായതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റൗലറ്റ് ആക്ടുമായിട്ട് റിലേറ്റഡ് ആണ്. 1919 റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബില് നേതൃത്വം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു എന്ന് പറയുന്ന ആള്, സെയ്ഫുദ്ദീൻ കിച്ചലു. അടുത്തത് ഡോക്ടർ സത്യപാൽ എന്ന് പറയുന്ന ആള്. അപ്പൊ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചലും കൂടി എന്താണ്, റൗലറ്റ് നിയമ സമരങ്ങൾക്ക് പഞ്ചാബില് നേതൃത്വം നൽകി. എന്നിട്ട് എന്ത് ചെയ്തു, ഡോക്ടർ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ചലു എന്നിവരെ 1919 ഏപ്രിൽ മാസം 10 എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യാണ്. ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് പഞ്ചാബില് അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് ഈ എന്താ ചെയ്യാ, ഈ ജാലിയൻ വാലാബാഗില് നമ്മുടെ ഈ സൈഫുദ്ദീൻ കിച്ചലുവിനെയും അതുപോലെ തന്നെ സത്യപാലിനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോ കുറെ ആൾക്കാർ അവിടെ എന്ത് ചെയ്തു എന്നാ പറയണത്, ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാര് തിങ്ങിക്കൂടാൻ കാരണമായി. അപ്പൊ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ ഇത്രയും കുറെ സമരക്കാർ വന്നപ്പോ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ ഒരു പഞ്ചാബ് ഗവർണർ അനുമതി നൽകി. വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറുടെ പേര് മൈക്കിൾ ഒ ഡയർ എന്നാണ്. അപ്പൊ ഇദ്ദേഹം വെടിവെക്കാൻ അനുമതി നൽകിയപ്പോ എന്താണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ജനറൽ ഡയർ ആണ്. അപ്പൊ ജനറൽ ഡയർ എന്താണ്, കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകി. വെടിവെച്ചോളാൻ മൈക്കിൾ
മൈക്കിൾ ഡയറും പറഞ്ഞു എന്ന് ഓർത്താൽ മതി കേട്ടോ. അങ്ങനെ ഈ മൈക്കിൾ ഡയർ വെടിവെക്കാൻ ഉത്തരവൊക്കെ ഇട്ടില്ലേ, പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മൈക്കിൾ ഡയറിനെ ആര് വധിക്കുകയാണ്? ഉദ്ധം സിംഗ് ആരെ വധിക്കുകയാണ്? മൈക്കിൾ ഡയറിനെ വധിക്കുകയാണ്. ഉദ്ധം സിംഗിനെ 1940 മാർച്ച് മാസം 13 ഉദ്ധം സിംഗിനെ മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിക്കുകയാണ്. അതിനുശേഷം 1940 ജൂലൈ മാസം 31 ഇതിന്റെ പരിണിത ഫലമായി ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി. മനസ്സിലായോ? ഇത്രയും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോ ആരായിരുന്നു വൈസ്രോയ് എന്ന് ചോദിച്ചാൽ ചെംസ്ഫോർഡ് പ്രഭുവാണ് വൈസ്രോയ് എന്ന് ഓർക്കുക. ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര് ഹണ്ടർ കമ്മീഷൻ ആണ് എന്നും കൂടി ഓർത്തു വെക്കാട്ടോ. ഇനി അടുത്തത് ഇത്രയും അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ നമ്മൾ എന്ത് ചെയ്തു? 1920 എന്താരംഭിക്കാൻ തീരുമാനിക്കുകയാണ്? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ 1920 എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം വരികയാണ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച്, നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ നമ്മള് വിജയരാഘവ് ആചാര്യായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ INCയുടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവാന്ന് പറയാണ്. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യം നടന്ന ബഹുജന പ്രക്ഷോഭം എന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കാം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിവെച്ചതാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞ എന്താർത്ഥം? അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് ഒന്നുകൊണ്ടും സഹകരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അതിനുശേഷം നോക്കൂ, 1922 എന്ത് നടന്നു? ചൗരി ചൗര സംഭവം നടന്നു. 1922 എന്ത് നടന്നു? ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുകയാണ്. അപ്പൊ ചൗരി ചൗര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പൊ ചൗരി ചൗരയില് എന്താ പറയുന്നത്, പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ എന്ത് ചെയ്യാണ്? പോലീസ് സ്റ്റേഷൻ തീ കൊളുത്തുകയും 22 പോലീസുകാർ വെന്തുമരിക്കുകയും ചെയ്തു. അതാണ് ചൗരി ചൗര സംഭവം. അപ്പൊ ഗാന്ധിജിയുടെ കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹം അഹിംസയ്ക്ക് എന്താ പറയുന്നത്, കൊല്ലാൻ അഹിംസയാണ് അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ്. അല്ലാണ്ട് ആരെയും ഹിംസിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പൊ ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി 1922 മാർച്ച് മാസം 10 ഗാന്ധിജി അറസ്റ്റിലാവുകയും ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ യർവാദ ജയിലിൽ അടക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുകയാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ എന്താണ്, ഹിമാലയൻ ബ്ലണ്ടർ എന്ന് തന്നെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അതായത് അദ്ദേഹം ഇങ്ങനൊരു ഇത്രയും വലിയൊരു പ്രശ്നം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഹിമാലയൻ ബ്ലണ്ടർ ആയി. പക്ഷേ ഇതൊരു ദേശീയ ദുരന്തമാണ് എന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ആര് പറയണ്ടായി? സുഭാഷ് ചന്ദ്രബോസ്. രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കേണ്ടിയിരുന്നില്ല, അതൊരു എന്താണ്, ദേശീയ ദുരന്തമായി എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് നമ്മൾ 1927 വന്നിട്ടുള്ള സൈമൺ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അപ്പോ പല പ്രശ്നങ്ങളും പല സ്ഥലത്തും നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഒന്ന് പറ്റിക്കാൻ വേണ്ടി സൈമൺ കമ്മീഷനെ ആര് പറഞ്ഞു വിടുകയാണ്? 1927 അന്നത്തെ സൈമൺ കമ്മീഷൻ അംഗമായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദവി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ഉണ്ട്, ക്ലമന്റ് ആറ്റ്ലി അല്ലെ. അപ്പൊ സൈമൺ കമ്മീഷനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാണ്. 1919 ഭരണപരിഷ്കാരങ്ങളെല്ലാം പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാല് കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് 1927 നിയമിച്ചതാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. സർ ജോൺ സൈമൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു സൈമൺ കമ്മീഷന്റെ എന്താണ് പ്രധാനപ്പെട്ട നേതാവ്. ജോൺ സൈമണെ കൂടാതെ 6 പേരുണ്ടായിരുന്നു. അപ്പൊ മൊത്തം ആൾക്കാരുടെ എണ്ണം 7 ആണ്. സൈമൺ കമ്മീഷനും അംഗങ്ങളും 1928 ഫെബ്രുവരി മാസം മുംബൈയിലെത്തിയപ്പോൾ ഇവിടെ ഇർവിൻ പ്രഭു ആയിരുന്നു എന്ന് ഓർക്കുക. ജോൺ സൈമൺ പിന്നീട് പ്രധാനമന്ത്രി പദവിയിലെത്തിയ ക്ലെമന്റ്
റോളണ്ട് ആറ്റ്ലി, അതുപോലെ തന്നെ ഹാരി ലോസർ, എഡ്വേർഡ് കാർഡ്ഗൺ, വെർണോർ ഹാൻസ്റ്റോൺ, ജോർജ് ഫോക്സ്, ഡൊണാൾഡ് ഹുവാർഡ്, അങ്ങനെ പ്രധാനപ്പെട്ട പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവരുടെ പേര് അങ്ങനെ ചോദിച്ചിട്ടില്ല. ആറ്റ്ലിയും സൈമണും ആണ് പ്രധാനം. അങ്ങനെ സൈമൺ കമ്മീഷൻ ഇതിലുണ്ടായിരുന്നവര് മുഴുവൻ ആരായിരുന്നു? വെളുത്ത വർഗക്കാരായിരുന്നു, അതായത് ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷനെ വൈറ്റ്മൻ കമ്മീഷൻ എന്നൊരു പേരിട്ടും കൂടി വിളിക്കുകയുണ്ടായി. ഈ സൈമൺ കമ്മീഷനെതിരെ ഭയങ്കര സമരം നടന്നു. ആ സമരത്തില് പോലീസ് മർദ്ദനത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആളാണ് ലാലാ ലജ്പത് റോയ് എന്നറിയാം. എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ലാലാ ലജ്പത് റോയ് അല്ലെ, സൈമൺ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ലാത്തി ചാർജില് എന്താ പറയുന്നത്, ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് മരിച്ച ആളാണ് ലാലാ ലജ്പത് റോയ്. ലാലാ ലജ്പത് റോയിയുടെ മരണത്തിന് കാരണമായിട്ട് ലാത്തി ചാർജിന് നേതൃത്വം നൽകിയത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? സാൻഡേഴ്സൺ എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നു. ഈ സാൻഡേഴ്സനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ആരൊക്കെ? ഭഗത് സിംഗ്. ആരൊക്കെയാണ്? ഭഗത് സിംഗ് ചോദിച്ചിട്ടുണ്ട്. രാജ്ഗുരു, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. ക്ലിയർ ആയില്ലോ? ഇനി അപ്പോ എന്താണ് നമ്മുടെ സൈമൺ ഗോ ബാക്ക്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. സൈമൺ കമ്മീഷൻ വന്നപ്പോൾ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു എന്ത്? സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യമായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റാൻലി ബാഡ്വിൻ ആണ്. സ്റ്റാൻലി ബാഡ്വിൻ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിലേക്ക് അവരെ അയച്ചത് എന്നും കൂടി ഓർക്കണം. ഇനി അടുത്തത് 1928 ബർദോളി എന്ന് പറയുന്ന സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹം 1928 നടന്നു. എന്തിനെതിരെയാണ്? ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നീട് അദ്ദേഹം ബർദോളി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ബർദോളി സത്യാഗ്രഹത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സർദാർ എന്ന് പറയുന്ന പദവി ആര് നൽകുകയാണ്? ഗാന്ധിജി നൽകുകയുണ്ടായി എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് 1928 തന്നെ നടന്ന നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ചാണ് നമുക്കൊന്ന് ഓർക്കേണ്ടത്. 1928 നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെയല്ല ഓർക്കേണ്ടത്, മോത്തിലാൽ നെഹ്റുവിനെയാണ് ഓർക്കേണ്ടത്. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി കൊടുത്ത ഒരു റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവിയൊക്കെ നൽകാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒരു സമ്മേളനമൊക്കെ നടത്തി. അതിന്റെ പരിണിത ഫലമായിട്ടാണ് നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണേ. പക്ഷെ എന്താണ്, ഇതിനെ തള്ളിക്കളഞ്ഞ ആളാണ് ഈ നെഹ്റു റിപ്പോർട്ടിനെ മുഹമ്മദ് അലി ജിന്ന തള്ളിക്കളഞ്ഞു. നമുക്കറിയാം ആ ബംഗാൾ വിഭജനത്തോടു കൂടി തന്നെ രണ്ട് ചേരിയിലായി അല്ലെ, മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ഹിന്ദുക്കാർ, അങ്ങനെയുള്ള രണ്ട് ചേരിയിലായി. അപ്പൊ നെഹ്റു റിപ്പോർട്ട് അതോടുകൂടി അവസാനിക്കുകയാണ്. 1930 അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം വരികയാണ്. എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണേ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനെയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായത് 1929 ലാഹോർ INC ആണ്. ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ അതിന് പറയാം. 78 അനുയായികളോടൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിക്കുകയാണ്. ഗാന്ധിജി യാത്ര തിരിച്ചപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് 78 അനുയായികള്. ആ പോണ വഴിക്ക് വിഷ്ണു ദിഗംബർ പുലസ്കർ എന്ന് പറയുന്ന വ്യക്തി ഈണം നൽകിയ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ പോയത്. ഇനി ദണ്ഡി കടപ്പുറത്ത് 1930 ഏപ്രിൽ 5 അവരെത്തി. 1930 ഏപ്രിൽ മാസം 6 അവരെന്ത് ചെയ്തു എന്നാ പറയണത്? ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പം ജവഹർലാൽ നെഹ്റു പറയാണ് ഉപ്പ് പെട്ടെന്ന് ഒരു നിഗൂഢമായ വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. അങ്ങനെ ആരഭിപ്രായപ്പെട്ടു എന്നാ പറയണേ?
ജവഹർലാൽ നെഹ്റു അല്ലെ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കുകയാണ് പിന്നെ അത് 1931 ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമാണ്. ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമാണ് എന്ത് അവസാനിച്ചത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിച്ചത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പോ സിവിൽ നിയമന പ്രസ്ഥാനം 1931 ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരം, അതായത് നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1931 ഇർവിൻ പ്രഭു കോൺഗ്രസുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിലൊക്കെ വരികയാണ്. അതിന്റെ ഫലമായിട്ടാണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാമെന്ന് ആര് പറയണേ, ഈ കോൺഗ്രസ് പറയണേ. എന്നിട്ട് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങള് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്നൊക്കെ ഗാന്ധിജി സമ്മതിച്ച്. അങ്ങനെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തില് പ്രതിനിധിയായിട്ട് പോവുകയുണ്ടായി. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിയും ഇർവിനും കൂടി 1931 എന്താണ് ഗാന്ധി ഇർവിൻ പാക്റ്റിന് ഒപ്പുവെക്കുകയാണ് അല്ലെ. ഗാന്ധിജി ഈ സബർമതിയിലെ കാര്യം മുഴുവനാക്കാൻ നമുക്ക് 1930 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അങ്ങനെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പരിണിത ഫലമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരില് അങ്ങനെ ഗാന്ധിജി അറസ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെയാണ്. അപ്പൊ ഗാന്ധിജി പട്ടേലും എല്ലാവരും അറസ്റ്റ് ചെയ്തപ്പോ ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആള് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്ന ആളാണ്. ആരാണ്? അബ്ബാസ് തിയാബ്ജി ആണ് അതിന് നേതൃത്വം കൊടുത്തത്. ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് യർവാദ എന്ന് പറയുന്ന ജയിലിലാണ്. എവിടെയാണ്? യർവാദ എന്ന് പറയുന്ന ജയിലിലാണ് പാർപ്പിച്ചത് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്, ഉപ്പ് നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. കുറെ കേരളത്തിലാണെങ്കിൽ നമ്മൾ പഠിക്കും, കേരളത്തിലെ പയ്യന്നൂര് അല്ലെ, ഉപ്പ് നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവിടെ എന്താ പറയാ ഉപ്പ് നിയമലംഘനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കാം തമിഴ്നാട്ടില് ആരാണ് നേതൃത്വം നൽകിയത്? തമിഴ്നാട്ടിലാണെങ്കിൽ സി രാജഗോപാലാചാരിയാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന് നേതൃത്വം നൽകിയത്. വേദാരണ്യം ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? സി രാജഗോപാലാചാരിയാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ പയ്യന്നൂര് കെ കേളപ്പൻ നേതൃത്വം നൽകി. ഇനി അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ, വടക്കു പടിഞ്ഞാറ് അതൊന്ന് ഓർത്തു വെക്കാം, വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു. ഇത്രയുമാണ് ഉപ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ പറയേണ്ടത് 1929 പൂർണ്ണ സ്വരാജ് ആണ്. പക്ഷെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിവിടെ നമ്മൾ നിർത്തുകയാണ്. അതിന് നമ്മൾ ഇതിന് ശേഷം നമ്മൾ പറയുന്നത് 1930, 31, 32 കാലയളവിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ എവിടെ നടക്കുകയാണ്? ലണ്ടനിൽ നടന്നു എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇപ്പൊ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെയും അതുപോലെ തന്നെ ഭരണഘടനാ പരിഷ്കാരത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനില് എന്ത് വിളിച്ചു കൂട്ടിയത്? വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയില് ഇർവിൻ പ്രഭു ആയിരുന്നു വൈസ്രോയ്. ആരാണ്? ഇർവിൻ പ്രഭു ആണ് വൈസ്രോയ്. അങ്ങനെ ഒന്നാം വട്ടമേശ സമ്മേളനമൊക്കെ നടന്നു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധിസ്ഥിതരെ പരിഗണിച്ച് ഡോക്ടർ BR അംബേദ്കർ പങ്കെടുക്കുകയുണ്ടായി. നമ്മൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലേക്ക് വരികയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പ്രത്യേകത ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വനിതകളെ പ്രതിനിധാനം ചെയ്ത് സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 ഇനി നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് എന്നും കൂടി ഓർത്തു വെക്കണം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണൽ അവാർഡാണ്. 1932 എന്ത് പ്രഖ്യാപിക്കുന്നത്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന സംഭവം പ്രഖ്യാപിക്കുന്നത്? എന്താണ്? ഇന്ത്യക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. കമ്മ്യൂണൽ അവാർഡ് പ്രകാരം മുസ്ലിങ്ങള്, സിഖുകാര്, പട്ടികജാതിക്കാര്, യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്
പ്രശ്നം അവര് ഭിന്നിപ്പിച്ച് ഭരിക്കേണ്ട കാര്യം തന്നെയാണ് ഇവിടെ നടക്കണത്. അപ്പൊ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി, അപ്പൊ ഗാന്ധിജിക്ക് അറിയാം നിങ്ങൾക്ക് ഗാന്ധിജിക്ക് എന്താണ് ജാതിപരമായിട്ടുള്ള കാര്യങ്ങളോട് അല്ലെ അങ്ങനെ അനീതി കാണിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ പൂനെയിലെ യർവാദ എന്ന് പറയുന്ന ജയിലില് അദ്ദേഹം എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, മരണം വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ്? പൂനെ ഉടമ്പടിയാണ്. ആ പൂനെ ഉടമ്പടി അംബേദ്കറും ആരാണ്? അംബേദ്കറും അതുപോലെ തന്നെ മദൻ മോഹൻ മാളവിയും തമ്മിലാണ് ഒപ്പുവെച്ചത്. മദൻ മോഹൻ മാളവിയും തമ്മിൽ ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഏറ്റവും കൂടുതൽ, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇന്ത്യയിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്തത് ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അല്ലെ. 1935 നിയമത്തെ, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ശക്തമായ ബ്രേക്കുകളോടുകൂടിയതും എന്നാൽ എഞ്ചിനില്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിന്റെ പ്രമാണപത്രം എന്നും ആര് വിശേഷിപ്പിക്കുകയുണ്ടായി? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുകയുണ്ടായി ട്ടോ. ഇനി അടുത്തത് ബ്രിട്ടീഷ് സർക്കാർ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത്? പ്രവിശ്യകളിൽ സ്വയം ഭരണം, പ്രവിശ്യയിലെ സ്വയം ഭരണം കൊണ്ടുവന്നത് ഏത് നിയമമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മൾ പറയാം. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 35 പ്രകാരം പ്രവിശ്യകളിലെ വിഭരണം അവസാനിപ്പിക്കുകയും ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് അല്ലെ, കേന്ദ്രീകൃത ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 35 പാസ്സാക്കിയപ്പോൾ ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. എന്നാൽ ഇത് നിലവിൽ വന്നത് 1937 ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്കോ പ്രഭു ആയിരുന്നു എന്നും കൂടി ഓർത്തു വെക്കാൻ. ലിൻലിത്കോ പ്രഭു ആണ് ആ സമയത്ത് വൈസ്രോയി ട്ടോ. ഇനി അടുത്തത് 1940 നമുക്ക് അവരൊരു ഓഗസ്റ്റ് ഓഫർ തരികയാണ്. ആര്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ചാണ് പറയുന്നത്. അത് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാണ്? ലിൻലിത്കോ എന്ന് പറയുന്ന പ്രഭുവാണ്. ലിൻലിത്കോ പ്രഭുവാണ് പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായം ഉണ്ടായാൽ എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫർ ചെയ്തുകൊണ്ട് അങ്ങനെ തരികയാണെങ്കിൽ ഞങ്ങൾ ചില ഓഫറുകളൊക്കെ വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഓഗസ്റ്റ് ഓഫറിനെ പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗും അതുപോലെ തന്നെ എന്താ പറയാ കോൺഗ്രസും ഒരേപോലെ തന്നെ എന്താണ് ഈ ഓഗസ്റ്റ് ഓഫർ നിരസിക്കുകയാണ് ചെയ്തത്. ഓഗസ്റ്റ് ഓഫറിൽ എന്താ പറയുന്നത്? ഗാന്ധിജി പൂർണ്ണമായിട്ടും അതൃപ്തനാവുകയും ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അപ്പൊ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി നേതൃത്വം കൊടുത്തത് ഓഗസ്റ്റ് ഓഫർ പ്രകാരമാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി എന്താ പറയുന്നത് ആദ്യമായിട്ട് തെരഞ്ഞെടുത്ത സത്യാഗ്രഹി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു. ആചാര്യ വിനോബ ഭാവെ. കേരളത്തിൽ നിന്നുള്ള സത്യാഗ്രഹി ആര് എന്ന് ചോദിച്ചാൽ കെ കേളപ്പനെയാണ് കേരളത്തിൽ നിന്നും സത്യാഗ്രഹിയായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് 1942 ക്രിപ്സ് മിഷനെ കുറിച്ചാണ്. 1942 ക്രിപ്സ് മിഷൻ ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ 42 മാർച്ച് മാസം 22-ാം തീയതി ഇവിടെ എത്തി. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ആണ് ഗാന്ധിജി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് എന്ന് ഓർത്തു വെക്കുക. ക്രിപ്സ് മിഷൻ പറഞ്ഞു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുത്രിക രാജ്യ പദവിയൊക്കെ നൽകാം, സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി നൽകാം, പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം, ഇടക്കാല സർക്കാരിനെയൊക്കെ തെരഞ്ഞെടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചാലും ക്രിപ്സ് മിഷനെ നമ്മളെ പൂർണ്ണമായിട്ടും അവഗണിക്കേണ്ടായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്രിപ്സ് മിഷനെ എന്ത് ചെയ്തു? എതിർക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് എന്താണ്? പരാജയമായി. അപ്പൊ 1942 പിന്നെ നടക്കുന്നത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രക്ഷോഭമാണ്. 1942 പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം
പാസ്സാവാനുള്ള കാരണം തന്നെ എന്താണ്? ക്രിപ്സ് മിഷന്റെ പരാജയമാണ് എന്ന് എല്ലാവരും ഓർത്തു വെക്കണം. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ലിൻ ലിത്കോ പ്രഭു ആയിരുന്നു. ആരാണ്? ലിൻ ലിത്കോ പ്രഭു ആയിരുന്നു വൈസ്രോയ്. നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്നത് അരുണ അസഫ് അലിയാണ്. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്നാണ്. എന്താണ്? ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ട്ടാ. അപ്പൊ അവര് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയാണ് വിഭജിക്കുക, പുറത്തു പോകുക എന്നുള്ളതാണ് ആര് പറഞ്ഞത്? മുസ്ലിം ലീഗുകാര് പറഞ്ഞത് എന്ന് ഓർത്തു വയ്ക്കാം. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ചത് ഓഗസ്റ്റ് 9 ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലാണ്. എവിടെയാണ്? ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്താണ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയും. ബോംബെയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 ഓഗസ്റ്റ് 8 പാസാക്കിയത് എന്നുകൂടി ഓർത്തു വെക്കണം. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. ഈ കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാന നേതാവ് ആര് എന്ന് ചോദിക്കാറുണ്ട്. ഡോക്ടർ KV മേനോനാണ് കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാന നേതാവ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നിങ്ങളോട് അവരോട് ഇവിടുന്ന് പൊക്കോളാനാ പറഞ്ഞേ. അപ്പൊ ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോ 1945 നമ്മുടെ വേവൽ പ്രഭു അദ്ദേഹത്തിന്റെ അധ്യക്ഷതയില് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടാണ്. ആ കോൺഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിംല കോൺഫറൻസ് എന്നാണ് വിളിക്കുന്നത് കേട്ടാ. സിംല കോൺഫറൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? കോൺഗ്രസ്സുകാര്, മുസ്ലിം ലീഗുകാര്, അധികൃത വിഭാഗക്കാര്, യൂറോപ്യൻ സംഘടനകള് എന്നിവരെല്ലാം അടങ്ങുന്ന 21 അംഗങ്ങളെ സിംലയിൽ വിളിച്ചു കൂട്ടുകയാണ് സിംല കോൺഫറൻസില്. അങ്ങനെ സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടി ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തിനെ കുറിച്ച് വേണ്ടിയിട്ട് എന്താണ് 1946 ആര് വന്നു? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു. ആരാണ്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തെ ചർച്ച ചെയ്യാനായിട്ട് 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അങ്ങനെ എന്താ പറയുന്നത്? ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് മാസം 23 ഇന്ത്യയിൽ എത്തുകയാണ്. ഇന്ത്യയിൽ എത്തുമ്പോ ആരായിരുന്നു പ്രഭു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവൽ പ്രഭു ആണ് ക്യാബിനറ്റ് മിഷന്റെ പ്രഭു. വന്നപ്പോ ഇന്ത്യയിലത്തെ പ്രഭു. ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്. ആരാണ്? പെത്വിക് ലോറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ക്രിപ്സ് മിഷനിൽ ഉണ്ടായിരുന്ന സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. പിന്നെ ആരാണ്? AV അലക്സാണ്ടർ ഉണ്ടായിരുന്നു. ഇവര് 3 പേരുമാണ് എന്തിലുണ്ടായിരുന്നത്? നമ്മുടെ ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ മാസം 6 ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കാട്ടോ. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 തന്നെ സെപ്റ്റംബർ മാസം 2 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് നേതൃത്വത്തിൽ വന്നതും എന്നും കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനമാണ്. ആറ്റ്ലി പ്രഖ്യാപിക്കുകയാണ് എന്ത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപിച്ചത് 1947 ഫെബ്രുവരി മാസം 20 അങ്ങനെ ഇന്ത്യ ഒരു സ്വതന്ത്ര നിയമമാവാൻ കാരണമാകാണ്. അങ്ങനെ കാരണമായ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റില് 1947 ജൂലൈ 4 അവതരിപ്പിച്ചു. ജൂലൈ 18 അത് പാസ്സാവാണ്. അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് മാസം 15 അല്ലെ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് മൗണ്ട് ബാറ്റൻ പ്രഭു 1947 മാർച്ച് മാസം 22
തീയതി ഇന്ത്യയിൽ വരികയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ പേര് ബാൽക്കൺ പദ്ധതി എന്നാണ്, അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്നാണ്. ജൂൺ 3 പ്ലാൻ എന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഡിക്കി ബേർഡ് പ്ലാൻ എന്നാണ്. എന്താണ് ഡിക്കി ബേർഡ് പ്ലാൻ? ഇതൊക്കെ എന്താണ് ഒന്നാണ്. ഈ പദ്ധതി പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും എന്ന് രണ്ടായി തിരിക്കുകയാണ്. അങ്ങനെ എന്താണ് കൃത്യമായിട്ടുള്ള അതിർവരമ്പ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം കൃത്യമായിട്ട് ഇന്ത്യയുടെ അതിർത്തി രേഖ തീരുമാനിച്ചു. അങ്ങനെ 1947 ഓഗസ്റ്റ് മാസം 14 തീയതി പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും 1947 ഓഗസ്റ്റ് 15 തീയതി സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് മുഹമ്മദ് അലി ജിന്ന നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് ആര് വന്നു? മൗണ്ട് ബാറ്റൻ പ്രഭുവും വന്നു. അങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി ഇതിന് ശേഷം ഇനി നമുക്ക് ഉണ്ടാവുന്നത്, ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ, നമ്മൾ എന്താണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു, ഇലക്ഷൻ നടത്തുന്നു, അല്ലെ? ഇലക്ഷൻ നടത്തി മന്ത്രിസഭ രൂപീകരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നു, അങ്ങനെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നമ്മളെ കരകയറ്റുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കുറച്ച് യുദ്ധം കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ പക്ഷെ അതിനേക്കാൾ മുന്നൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ എന്താ പറഞ്ഞ ഞാൻ, അതായത് ടീച്ചർ പറഞ്ഞത് ഏതായിരുന്നു? നമ്മുടെ ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? അതുപോലെ തന്നെ വേറെ കുറച്ച് എന്താ പറയാ ഗവർണർ ജനറൽമാരെ, വൈസ്രോയിമാരെ, പിന്നെ ഇവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് അടുത്ത ദിവസത്തെ ക്ലാസ് മോഡേൺ ഇന്ത്യ അവസാനിപ്പിക്കുന്ന ക്ലാസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.